ദിവസമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38 അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം. നീ ചെന്ന് ഹിസ്കീയാവോട് പറയേണ്ടത്, നിന്റെ ദൈവമായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരമല്ല ചെയ്യുന്നു. ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നാം ഇവിടെ ചിന്തിക്കുന്ന വചനം എന്ന് പറയുന്നത്, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് നമ്മൾ വേദപുസ്തകത്തിൽ അല്ലെലിയ പ്രാർത്ഥിച്ച അനവധി ഭക്തന്മാരോടുള്ള ബന്ധത്തിലാണ് നമ്മൾ ദൈവത്തിനെ സൂക്ഷിക്കുന്നത്. പ്രാർത്ഥന എന്ന് പറയുന്ന വിഷയത്തിനും വളരെ പ്രാധാന്യം വേദപുസ്തകം കൊടുക്കുന്നതുകൊണ്ട് പഴയ നിയമ ഭക്തന്മാരും പുതിയ നിയമ ഭക്തന്മാരും കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ സമയത്തും പ്രാർത്ഥനയ്ക്കായിരുന്നു ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് നമ്മൾ മനസ്സിലാക്കി. ഈ കാലഘട്ടത്തിൽ നമ്മൾ പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നെങ്കിൽ, പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുകയാണെങ്കിൽ, ഹല്ലേലൂയ, പ്രാർത്ഥനയോട് നാം എപ്പോഴും സഹകരിച്ചുകൊണ്ട് പ്രാർത്ഥനയെ നമ്മുടെ ജീവിതത്തിന്റെ അല്ലെങ്കിൽ എല്ലാ മേഖലകളിലും ചേർത്ത് പിടിച്ച് ആത്മീയജീവിതത്തെ നാം പണിതെടുക്കുകയാണെങ്കിൽ, ഹല്ലേലൂയ, യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ നടന്നതുപോലെയുള്ള ചില അത്ഭുതങ്ങൾ ഈ കാലഘട്ടത്തിൽ നടക്കും. ഒന്നുകൂടെ പറഞ്ഞാൽ, ഹിസ്കീയാവിന്റെ ജീവിതത്തിൽ ചെയ്തതുപോലെയുള്ള ചില അത്ഭുതങ്ങളെ ദൈവം ഈ നാളുകളിൽ നിനക്ക് ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇവിടെ നാം വായിച്ച പറഞ്ഞു എന്താ, നിന്റെ പ്രാർത്ഥനയ്ക്ക് നിന്റെ കണ്ണുനീര് കണ്ടു, നിന്റെ പ്രാർത്ഥന കേട്ടു ഞാൻ. ഹല്ലേലൂയ. ഹിസ്കീയാവ് പറയുന്നതാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38 അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, ആ കാലത്ത് ഹിസ്കീയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്ന് അവനോട്, നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, സൗഖ്യമാകുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. കാരണം ഒരു രാജാവിന്റെ അരികിൽ വന്നിട്ട് പ്രവാചകൻ പറയുക, നീ മരിച്ചു പോകും, നിനക്ക് സൗഖ്യം കിട്ടത്തില്ല, നിന്റെ വീട്ടുകാരി നിന്റെ ഗൃഹകാരി നീ ക്രമത്തിലാക്കുക. അപ്പോൾ ഹിസ്കീയാവ് മുഖം ചുവരിന്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു, അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്നു നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞ് ഹിസ്കീയാവ് ഏറ്റവും കരഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, യെശയ്യാ പ്രവാചകൻ ഹിസ്കീയാവിന്റെ കൊട്ടാരത്തിൽ ചെന്ന് നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, നിനക്ക് സൗഖ്യമാകുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ രാജാവ് യെശയ്യാവിന്റെ വാക്കുകളെ തിരസ്കരിക്കാതെ, യെശയ്യാവിനോട് കോപം കാണിക്കാതെ, അല്ലെങ്കിൽ ഒരു രാജാവിന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ നിനക്ക് പറയുവാൻ കഴിയുമെന്നുള്ള ആക്രോശ സ്വഭാവമൊന്നും ഹിസ്കീയാവ് കാണിക്കാതെ, ഹിസ്കീയാവ് തന്നെ ദൈവത്തിനെ താഴ്ത്തുകയാണ്. താൻ ചുവരിനോട് മുഖം ചേർത്ത് വെച്ച് ദൈവസന്നി കരയുക. ഹല്ലേലൂയ. ഞാൻ നിന്റെ സന്നി വിശ്വസ്തയോടുകൂടി നടന്നു, നീ എന്നെ ഓർക്കണമേ. ഇതൊരു നല്ല മാതൃകയാണ് പ്രാർത്ഥനയ്ക്ക്. കേട്ടോ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആലോചന കേൾക്കുമ്പോൾ, ദൈവിക ദൂതുകൾ കർത്താവിനെ അറിയിക്കുമ്പോൾ, ദൈവദാസിമാരിലൂടെ പ്രവാചക ശബ്ദത്തിലൂടെ, ദർശനത്തിലൂടെ, വെളിപ്പാടിലൂടെ, വചന ധ്യാനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവും നമ്മുടെ കുറവുകളെ, നമ്മുടെ രോഗങ്ങളെ ഓർപ്പിക്കുമ്പോഴേ അത് കേട്ടിട്ട് നമ്മളതിനോട് എതിരിടാതെ നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ അനവധി ദൈവഭക്തന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അനവധി വിശ്വാസികൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചിലരുടെ കാര്യങ്ങൾ, രോഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതങ്ങനെ പറയാമായിരുന്നോ, പൊതുവി പറയാമായിരുന്നോ, അത് മോശമല്ലേ, ആ മനുഷ്യനെ കളിയാക്കിയില്ലേ, ഇനി ആ മനുഷ്യന്റെ വില എന്നൊക്കെ പറഞ്ഞ് പലരും അല്ലെങ്കിൽ ദൈവനാമത്തെ ദൂഷിക്കുന്ന കണ്ടിട്ടുണ്ട്. എന്നാൽ ഹിസ്കീയാവിനെ സംബന്ധിച്ച് നോക്കിയാട്ട് നിങ്ങൾ ഹല്ലേലൂയ, ഹിസ്കീയാവിനോട് നീ മരിച്ചു പോകും എന്ന് പറഞ്ഞപ്പോൾ, നീ സൗഖ്യമാകില്ലെന്ന് പറഞ്ഞപ്പോൾ താൻ കേട്ട ദൂതിനെ താൻ ഏറ്റെടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ശ്രോതാവിയെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവാത്മാവ് ഒരു ദൂത് നിന്നോട് പറഞ്ഞാൽ നീ അത് ഏറ്റെടുക്കണം. ഹല്ലേലൂയ. ഈ ലോകത്തിൽ രോഗമില്ലാത്ത ഒരു മനുഷ്യരുമില്ല. പ്രൈസ് ദി ലോർഡ്. രോഗം ശരീരത്തിലില്ലാത്ത ഏതെങ്കിലും മനുഷ്യനുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കാണിച്ചു തരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരും രോഗികളാണ്. ഏതെങ്കിലും ഒരു രോഗത്തിന് അടിമത്തത്തിലല്ലാത്ത ആരും ഈ ലോകത്തിലില്ല. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ മനുഷ്യനെ അലട്ടുന്ന ഏറ്റവും വലിയ രോഗം എന്ന് പറയുന്നത് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ. ഇതിങ്ങനെ വളരെ ഭാരമാണ്.
പിന്നെ അതോടനുബന്ധമായ അനവധി രോഗങ്ങൾക്ക് മനുഷ്യനുണ്ട്. എന്നാൽ നാം ഈ പാതയിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ ഹിസ്കിയാവിനെ പോലെ നാം പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. രക്തം ചെയ്യാം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ഹിസ്കിയാവ് പറയാണ്, ഹല്ലേലൂയ, ഞാൻ നിനക്ക് പ്രസാദമായത് ചെയ്തിരിക്കുന്നത് ഓർക്കണമേ എന്ന് പറഞ്ഞ് ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. എന്നാൽ യെശയ്യാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായത് എന്തെന്നാൽ, നീ ചെന്ന് ഹിസ്കിയാവിനോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുകൾ കണ്ടിരിക്കുന്നു. ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. കണ്ടോ, ഈ പ്രവചനം ഹിസ്കിയാവിന്റെ കൊട്ടാരത്തിൽ ചെന്ന് യെശയ്യാവ് പറഞ്ഞ് നടുമുറ്റം വിട്ടു പോകുന്നതിന് മുമ്പ് തന്നെ ദൈവം യെശയ്യാവിനോട് പറഞ്ഞു, നീ വീണ്ടും തിരിച്ചു ചെന്നിട്ട് പറയണം, നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടു, ആമേൻ, നിനക്ക് സൗഖ്യം തരും, നിന്റെ ആയുസ്സിന്റെ 15 സംവത്സരം കൂട്ടി കിട്ടുമെന്ന്. ഇത് പറയാൻ കാരണം ഹിസ്കിയാവിന്റെ ജീവിതത്തിലെ ദൈവത്തോടുള്ള വിശ്വാസവും സമർപ്പണമാകട്ടോ. നമ്മൾ ദൈവത്തിന് താഴ്ത്തി കൊടുക്കുവാണെങ്കിൽ എത്ര വലിയ മഹാരോഗമായിരുന്നാലും മഹാവ്യാധിയായിരുന്നാലും അതിൽ സൗഖ്യം തരുവാൻ ദൈവത്തിന് കഴിയും. വിശ്വാസമാണ് ഇവിടെ ഏറ്റവും വലുത്. പിന്നെ താഴ്മയാണ്, കണ്ണുനീരാണ്. അപ്പൊ ഹിസ്കിയാവിന്റെ വിശ്വാസവും താഴ്മയും കണ്ണുനീരും, ഹല്ലേലൂയ, ദൈവം കേട്ടു എന്നുള്ളതാണ്. ഇന്ന് പകൽ ആരെങ്കിലും രോഗത്താൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർ ഈ വചനം കേൾക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിന്റെ വിശ്വാസവും കണ്ണുനീരും താഴ്മയും കാണുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഞാൻ പകൽ മുഴുവൻ വിവിധ മീറ്റിങ്ങുകളും വിവിധ പ്രാർത്ഥനകളും ഒക്കെ ചെയ്ത് രാത്രിയിൽ നാമി കിടക്കാൻ ഇരുന്ന സമയമുണ്ട്. നന്നായിട്ട് താമസിച്ചൊക്കെ കിടക്കുന്ന സമയം, രാത്രിയുടെ സമയങ്ങളിൽ പലരും അവർക്ക് അപ്പോഴാണ് സമയം കിട്ടുന്നത്. അവർ പകലൊക്കെ ഒരുപാട് തിരക്കും ജോലികളും സമയമില്ലാതെ അവർ ജീവിതത്തോടുള്ള ബന്ധത്തിൽ അതൊക്കെ തെറ്റല്ല. അതൊക്കെ കഴിഞ്ഞ് വിശ്രമിക്കാനിരിക്കുമ്പോൾ വീട്ടിൽ വന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കുന്ന സമയത്ത് പലരും എന്നെ വിളിക്കാറുണ്ട്. ഞാൻ എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾക്ക് എപ്പോഴാണ് സമയമുള്ളത് ആ സമയത്ത് നിങ്ങൾ എന്നെ വിളിച്ചത്. രാത്രിയോ പകലോ നോക്കണ്ട, 24 മണിക്കൂർ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾ ഏത് സമയത്ത് വിളിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഞാൻ തയ്യാറാണ്. അങ്ങനെ ചില സഹോദരങ്ങളൊക്കെ എന്നെ രാത്രിയുടെ സമയങ്ങളിൽ വിളിച്ച് കഴിഞ്ഞ രാത്രി വരെയും അവരുടെ സങ്കടങ്ങൾ പറയാറുണ്ട്. ഹല്ലേലൂയ. ഞാനത് സന്തോഷത്തോടെ കേൾക്കും കേട്ടോ. സന്തോഷത്തോടെ കേട്ടിട്ട് അവരുടെ വേദനകളിൽ ഞാൻ പങ്കാളിയായി തീർന്നിട്ട് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. അതിന്റെ ഒരുപാട് പരിണിത ഫലം, അതിന്റെ ഒരുപാട് പ്രതിഫലം എനിക്ക് കാണാൻ കഴിഞ്ഞിട്ട്, കാരണം അനേകർ ദൈവം വിടുവിച്ചത് പിന്നത്തേതിൽ എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവനാ ദൈവം. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചതുപോലെ നീ ശരീരത്തിൽ ഏതെങ്കിലും വ്യാധി പിടിച്ചവളാണെങ്കിൽ, രോഗം നിന്നെ കാർന്ന് തിന്നുന്നുണ്ടെങ്കിൽ, ഡോക്ടർമാർ നിന്നെ ഉപേക്ഷിച്ച് മരുന്നിന് നിനക്ക് പ്രയോജനമില്ല, ആശുപത്രി നിന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടതാണെങ്കിൽ, അറിയിക്കാനുള്ളവരെല്ലാം അറിയിച്ചു, ഇനി പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞ നിന്റെ ജീവിത സാഹചര്യത്തിനകത്ത് ആ മരിക്കത്തക്ക രോഗത്തെ നീക്കിന്റെ ആയുസ്സിന്റെ 15 സംവത്സരം ഹിസ്കിയാവിന് കൂട്ടിക്കൊടുത്തതുപോലെ നിന്റെ ആയുസ്സിനെ കൂട്ടിത്തരുവാൻ, നിനക്ക് സൗഖ്യം തരാൻ യേശു ക്രിസ്തു വിശ്വസ്തനാണ്. കാരണം അവൻ സൗഖ്യദായകനാണ്. ഹല്ലേലൂയ. യേശു സൗഖ്യദായകനാണ്, അവൻ സൗഖ്യം തരുന്നവനാണ്. ഹല്ലേലൂയ. അപ്പൊ കർത്താവിന്റെ സന്നിധിയിൽ നമ്മളെ എളിമത്വത്തോടു കൂടി ഏൽപ്പിക്കുമ്പോഴാണ് കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നത്. ഇവിടെ യഹോവയെ ദൈവം പറയാ, നിന്റെ ആയുസ്സിന് 15 സംവത്സരം കൂട്ടും, ഞാൻ നിന്നെയും ഈ നഗരത്തെയും അശൂർ രാജാവിന്റെ കയ്യിൽ നിന്ന് വിടിവിക്കും. കേട്ടോ, ഇവിടെ ഞാൻ നിന്നെയും നഗരത്തെയും അശൂർ രാജാവിന്റെ കയ്യിൽ നിന്ന് വിടിവിക്കും, അല്ലോ ഈ നഗരത്തെ ഞാൻ കാത്തു രക്ഷിക്കും. യഹോവ താൻ അരുളി ചെയ്ത കാര്യം നിവർത്തിക്കും എന്നുള്ളതിന് യഹോവയുടെ പക്കൽ നിന്ന് ഇത് നിനക്ക് അതിന് ഒരു അടയാളമാകും എന്ന് പറഞ്ഞാണ് അതിനൊരു അടയാളം കൊടുത്ത് ഹിസ്കിയാവിന്. അല്ലേ, എന്താണ് അടയാളം? ആകാശിന്റെ ഘടികാരത്തിൽ സൂര്യഗീതി അനുസരിച്ച് ഇറങ്ങിപ്പോയിരിക്കുന്ന നിഴലിനെ ഞാൻ 10 പടി പിന്നോക്കം തിരിയുമാറാക്കും. അങ്ങനെ സൂര്യൻ ഘടികാരത്തിൽ ഇറങ്ങിപ്പോയിരുന്ന 10 പടി തിരിഞ്ഞു വന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അല്ലേ, ഇപ്പൊ സൗഖ്യം കിട്ടിക്കഴിഞ്ഞപ്പോ ഹിസ്കിയാവ് പാടിയൊരു സ്തോത്രം, ഒരു സ്തോത്രമായ നന്ദി സൂചകമായ ഒരു അധ്യായമാണ്, ഒരു സ്തോത്ര ഗാനമാണ് ഈ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38-ാം അധ്യായം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിനൊരു കുളിർമയുണ്ടാകണം. ഹിസ്കിയാവിന്റെ രോഗവും അതിനൊക്കെ ദൈവം കൊടുത്ത സൗഖ്യത്തെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കുമ്പോൾ വളരെ പ്രതീക്ഷയുണ്ടാകും. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാന് ഒരുപാട് രോഗത്തിലൂടെ പ്രയാസം കടന്നുപോയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വലിയ വ്യാധികളുണ്ട്, ചില സർജറികളുടെ ബന്ധത്തിൽ പല പ്രാവശ്യം കടന്നുപോയിട്ടുണ്ട്.
അപ്പം പല പ്രാവശ്യം എന്ന് പറഞ്ഞാൽ നാല് പ്രാവശ്യത്തോളം ഞാൻ സർജറിക്ക് വിധേയപ്പെട്ട സന്ദർഭങ്ങളിൽ ആദ്യത്തെ സർജറി നമ്മൾ വിശ്വാസത്തിൽ വരുന്നത് എന്താ? അന്ന് ദൈവം ആരെന്നും ദൈവത്തെക്കുറിച്ചും അറിയില്ല, അല്ലേ? എന്നാൽ വിശ്വാസത്തിൽ വന്നതിന് ശേഷം ഞാൻ അനുഭവിച്ച 3 സർജറികളുടെ നടുവിലും ഞാൻ വിശ്വസിച്ചത് കർത്താവിനെയാണ്. അല്ലേലിയ. എന്നെ സൗഖ്യമാക്കാൻ കർത്താവിന് കഴിയും. അല്ലേലിയ. ഭൂമിയിലെ ഡോക്ടർമാരാണ് എന്നെ സർജറി ചെയ്യുന്നതെങ്കിലും അവർ പഠിച്ചതുമായ കാര്യങ്ങളും എന്റെ ശരീരത്തിൽ അവർ ചെയ്തുകൊണ്ട് എന്റെ ശരീരത്തിൽ നീക്കേണ്ടതിനെ നീക്കി എന്നെ സൗഖ്യത്തിലേക്ക് കൊണ്ടുപോയി എന്നുള്ള ഡോക്ടർമാരുടെ പഠനവും അവരുടെ കാര്യമുണ്ട്, ദൗത്യ സേവനമാണെങ്കിലും അത് ചെയ്തത് പൂർത്തീകരിക്കണമെങ്കിൽ, അത് വിജയത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ കർത്താവ് തന്നെ കൂടെ ഇരിക്കണം. അതിന് വിശ്വാസം, താഴ്മ, കണ്ണുനീർ. ഞാനും അങ്ങനെയൊക്കെ ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട്, കർത്താവെ അങ്ങേക്കല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇത് ഞാൻ പറഞ്ഞതിന്റെ കാരണം നിന്റെ ജീവിതത്തിൽ യേശു അത്ഭുതം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളോട് പറയാം, ശ്രോതാവെ ഞാൻ പറയട്ടെ, നീ മാരകമായ രോഗത്തിന് അധീനരായി കിടക്കുകയാണെങ്കിൽ നിന്നെ സൗഖ്യമാക്കാൻ ദൈവത്തിന് കഴിയും. എത്ര വലിയ മഹാവ്യാധി സൗഖ്യമാക്കാൻ കഴിയുന്ന ഒറ്റ ഡോക്ടർ ഉണ്ടെങ്കിൽ അത് യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. അല്ലേലിയ. ഭൂമിയിലെ നമുക്കറിയാം ഒരുപാട് ഹോസ്പിറ്റലുകളും വലുതും ചെറുതുമായിട്ടുള്ള പേരും പ്രശസ്തിയൊക്കെയുള്ള ഒരുപാട് ഡോക്ടർമാരും പേര് കേട്ട ഡോക്ടർമാരും ഒക്കെ ഉണ്ട്. അവർക്കെല്ലാ രോഗത്തിനും ചികിത്സിക്കാൻ അറിയത്തില്ല, എല്ലാ രോഗത്തിനുള്ള മരുന്നും അവരുടെ കയ്യിലില്ല, എല്ലാ രോഗങ്ങളെ കുറിച്ച് അവർ പഠിച്ചിട്ടുമില്ല. എന്നാൽ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ശിരസ് തൊട്ട് ഉള്ളംകാല് വരെ ആ മനുഷ്യന്റെ ശരീരത്തിലുള്ള എല്ലാ നാട്യനരമ്പ് ജോയിന്റുകളിലും പേശികളിലും രക്തധമനികളിലും എല്ലാ രോമസുഷിരങ്ങളിലും അകത്തും പുറത്തുമുള്ള സകല രോഗത്തെയും അറിയുന്നവൻ ഒറ്റ വൈദ്യന, ഒറ്റ ഡോക്ടർ, അത് യേശു കർത്താവ് മാത്രമാണ്. ഹല്ലേലൂയ. ഈ എല്ലാ രോഗത്തിനും കൂടെ മരുന്ന് തരാൻ കഴിയുന്നവനും യേശു മാത്രമാണ്. സകല രോഗത്തിനും മരുന്ന് തരുന്നവൻ, ഔഷധം തരുന്നവൻ, മെഡിസിൻ നൽകുന്നവൻ നമ്മുടെ കർത്താവ്. ഗിലെയാദിന്റെ സുഗന്ധ തൈലമായിരിക്കുന്ന, നമ്മൾ പഴയ നിയമം വായിക്കുമ്പോൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവ് യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി ചൊരിയപ്പെട്ട അവന്റെ രക്തത്താൽ നാം കഴുകല് പ്രാപിക്കും, ശുദ്ധീകരണം പ്രാപിക്കുമ്പോൾ കർത്താവ് യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിൽ ഞാൻ നിങ്ങളും വിശ്വസിക്കുമ്പോൾ, ഹല്ലേലൂയ, കർത്താവിനോട് നാം ചേർന്ന് വസിക്കുമ്പോൾ, കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ അനുഗമിച്ചു വന്ന സകല രോഗികൾക്കും സൗഖ്യം കൊടുത്തുവെങ്കിൽ നിന്നെ ദൈവ സൗഖ്യമാക്കും. ഹല്ലേലൂയ. നിന്റെ ഏത് ശാരീരിക ബലഹീനതയായിരുന്നാലും കർത്താവ് നിനക്കൊരു സൗഖ്യം തരാൻ ആഗ്രഹിക്കുക. രക്തം ചെയ്യും. നാളുകളായി കിടക്കയിൽ നീയാണെന്നാലും നരിയാണി ഉറപ്പിക്കാൻ കഴിയില്ലെങ്കിലും ആഴ്ചയിൽ അകപ്പെട്ട് കാലിൽ കയ്യിൽ കിലോ കണക്കിന് ഭാരമുള്ള വെയിറ്റ് തൂക്കിയിട്ട് നീ കാല് കുത്തി നടക്കയില്ലെന്ന് പറഞ്ഞാലും ചില ജന്മനാൽ അങ്ങനെയുള്ള പ്രയാസങ്ങളെ ഒക്കെ മാറ്റാൻ ദൈവം വിശ്വസനാണ്. ഹല്ലേലൂയ. ഡോക്ടർമാർ പറഞ്ഞ നിനക്ക് ഇനി സൗഖ്യം കിട്ടുകയില്ലെന്ന് പറഞ്ഞാൽ ദൈവ സൗഖ്യം തരാൻ പോവുകയാണ്. വിശ്വസിക്കുന്ന സ്തോത്രം പറഞ്ഞിട്ട് ദൈവം ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന ചില ജീവിതങ്ങൾക്ക് ദൈവ സൗഖ്യത്തിന്റെ കര നീട്ടാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് വചനം വായിക്കും. പ്രാർത്ഥന എന്നത് പഴയ നിയമത്തിൽ ധൂപവർക്കത്തിൽ ചേർക്കപ്പെടുന്ന മൂരിന് അടയാളമാണ്. പ്രാർത്ഥന എന്ന് പറയുന്ന പഴയ നിയമത്തിൽ അല്ലെങ്കിൽ ധൂപവർക്കത്തോട് ചേർക്കുന്ന മൂരിന് സമാനമാണ് പ്രാർത്ഥന. മൂര് മരത്തിന്റെ പട്ടയെ അല്ലെങ്കിൽ കൂർത്ത കത്തി കൊണ്ട് ചെത്തുമ്പോൾ അതിൽ നിന്നും വെള്ള നിറത്തിൽ മനോഹരമായതും വാസനയുള്ളതുമായ പശ, ഒരുതരം പശ അലരിയ പുറത്തു വരും. അതിനെ എടുത്ത് പൊടിയാക്കി, ഉണങ്ങി പൊടിയാക്കി, അല്ലെങ്കിൽ സ്തോത്രം, അല്ലെങ്കിൽ പൊടിയാക്കി വാസനയുള്ള സുഗന്ധവർഗങ്ങളെ ഉണ്ടാക്കുന്നു. അല്ലെങ്കിൽ അത് അല്ലെങ്കിൽ ദൈവസന്നിധി വാസനയായി ഉപയോഗിച്ചിരുന്നു ആ കാലഘട്ടത്തിൽ. രക്തം ചെയ്യും. അല്ലെങ്കിൽ അപ്പൊ ദൈവസന്നിധി അല്ലെങ്കിൽ വാസനയായി ഏർപ്പെടുത്തുന്ന മൂരിനെ പോലെയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പഴയ നിയമത്തിൽ ധൂപവർക്കത്തോടെ മൂരിയേർക്കും, അത് സുഗന്ധവാസനയായി ദൈവസന്നിധിയിൽ എത്തിയിരുന്നത് പോലെ പുതിയ നിയമത്തിൽ മൂരിന് പകരം നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന കർത്താവിന്റെ സുഗന്ധമായി ചെല്ലുമ്പോൾ, നിന്റെ പ്രാർത്ഥന സ്വർഗത്തിലെത്തുമ്പോൾ, നിന്റെ പ്രാർത്ഥന സ്വർഗം കേൾക്കുമ്പോൾ, നിന്റെ താഴ്മയും കണ്ണീരും നിന്റെ സമർപ്പണവും വിശ്വാസവും സ്വർഗത്തിലെ ദൈവം കാണുമ്പോൾ, ഹല്ലേലൂയ, ആ പ്രാർത്ഥനയെ മുരുപോലെ സുഗന്ധമായി നമ്മുടെ കർത്താവ് സ്വീകരിക്കുമ്പോൾ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, നിന്റെ ജീവിതത്തിൽ ഹിസ്കിയാവിന് ദൈവം കൊടുത്തതുപോലെയുള്ള സൗഖ്യത്തെ യേശു തരാൻ ആഗ്രഹിക്കുന്നു.
വിശ്വസിക്കാമോ? സ്തോത്രം പറഞ്ഞാട്ട് ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ശ്രോതാവെ, നീ പലവിധമായി ഭാരത്തിൽ കടന്നു പോകുന്ന വ്യക്തിയല്ലേ, എന്റെ ജീവിതത്തിൽ ഈ അത്ഭുതം ചെയ്യും. നിങ്ങൾ പ്രഭാതത്തിൽ എഴുന്നേൽക്കും വചനം കേൾക്കണം. ലേലിയ, നിങ്ങൾ പ്രഭാതത്തിൽ എഴുന്നേറ്റ് വലിയ ജോലി തിരക്കിനൊക്കെ പോകണം, ജോലിക്ക് പോകണം, വീട്ടുകാര്യങ്ങളെല്ലാം ചെയ്യണം, ഭർത്താവിനെ ജോലിക്ക് അയക്കണം, മക്കളെ സ്കൂളിൽ അയക്കണം, മക്കളെ ജോലിക്ക് അയക്കണം, നിങ്ങൾക്ക് ജോലിക്ക് പോകണം, വീട്ടിലെ പണികളെല്ലാം ചെയ്യണം. ഇതെല്ലാം ഭാരിച്ച ജോലിയുണ്ട്. ലേലിയ, സഹോദരന്മാർക്ക് ജോലിയുണ്ട്, സഹോദരിമാർക്ക് അതിനേക്കാൾ വലിയ ജോലിയുണ്ട്. ലേലിയ, എല്ലാ വീട്ടിലും പല പരാതി സഹോദരിമാർക്ക് ജോലി ചെയ്യുന്ന, എൻ്റെ അഭിപ്രായത്തിൽ ഒരു വീട്ടിൽ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന സഹോദരിമാർ ഇരിക്കാൻ പറ്റില്ല. കാരണം ഞാൻ എൻ്റെ വീട്ടിലെ ജോലിയെല്ലാം ചെയ്യുന്ന ആളാണ്, അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം. അല്ലേ? അപ്പം എല്ലാം നിങ്ങൾക്ക് തിരക്കുണ്ടെങ്കിലും നിങ്ങൾ വചനം കേൾക്കണം കേട്ടോ. വചനം കേൾക്കണം. വചനം കേട്ടെങ്കിൽ മാത്രമേ നിനക്ക് വിടുതലുള്ളൂ. അല്ലേ? നിനക്കൊരു രോഗം നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, ഒരു പ്രയാസം നിനക്കുണ്ടെങ്കിൽ, ഒരു പ്രശ്നം നിനക്കുണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യം ആശ്രയിക്കുന്നത് മാനുഷികമായ വ്യക്തികളെ, മനുഷ്യരെയാണ്. എന്നാൽ നിങ്ങൾക്കൊരു രോഗം വരുമ്പോൾ നിങ്ങൾ ആദ്യം ആശ്രയിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ ആയിരിക്കണം. കർത്താവായ യേശുക്രിസ്തുവിൽ നിങ്ങൾ പ്രത്യാശ വെച്ചുകൊണ്ട് വചനത്തെ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് സ്വീകരിക്കാൻ തയ്യാറായാൽ, അല്ലേലിയ, എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും കേട്ടോ. എല്ലാ പ്രശ്നങ്ങളും ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിന്റെ എല്ലാ പ്രശ്നങ്ങളും ദൈവം മാറ്റും. നമുക്കറിയാം, നാട് വിട്ട് വീട് വിട്ട് വിദേശ രാജ്യത്ത് കടന്നുപോയി കുടുംബത്തെ പോറ്റുവാൻ പുലർത്തുവാൻ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പെടാപ്പാട് വിടുന്ന അനവധി ആളുകൾ എന്നെ വിളിച്ച് അവരുടെ കഷ്ടങ്ങൾ, സങ്കടങ്ങൾ, വേദനകൾ പറയാറുണ്ട്. ആമേ, നല്ലൊരു കാലം മുഴുവൻ വിദേശത്ത് മണതിട്ടും ഭർത്താക്കന്മാരുടെ മദ്യപാനം കൊണ്ട് കുടുംബം തകർന്നുപോയ അനവധി വ്യക്തികളുണ്ട്. നല്ലൊരു ജോലി ഉണ്ടായിട്ടും ഭർത്താക്കന്മാരുടെ അവിഹിതമായ ജീവിതം കൊണ്ട് തകർന്നു പോയവരുണ്ട്. വിദേശ രാജ്യത്തിൽ മണലാരണ്യത്തിൽ കിടന്ന് കഷ്ടപ്പെട്ട്, രാപകലില്ലാതെ കഷ്ടപ്പെട്ട് ഓവർ ടൈം ഡ്യൂട്ടിയൊക്കെ ചെയ്ത് പണം ഉണ്ടാക്കി നാട്ടിലേക്ക് അയച്ച്, നാട്ടിൽ പൈസ കിട്ടുമ്പോൾ സഹോദരിമാരും മക്കളും, സഹോദരന്മാർ അയക്കുന്നവരുടെ ഭാര്യമാരും മക്കളുടെ ദൂർത്തടിച്ച് ഭർത്താക്കന്മാരെ ആട്ടിയിറക്കി അനവധി സംഭവങ്ങൾ സഹോദരന്മാരെ വിളിച്ചിട്ടുണ്ട്. കഠിനാധ്വാനം ചെയ്തത്. കാരണം എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ദൂർത്തടിക്കാനല്ല ദൈവം നമ്മെ വിളിച്ചത്. ദൈവം നിങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ. അങ്ങനെ വിദേശ രാജ്യത്ത് കടന്നുപോയി കഷ്ടം സഹിക്കുന്ന അനവധി ആളുകളുണ്ട്. അല്ലേരിയ, അവർക്ക് നല്ലൊരു ഭക്ഷണം കിട്ടാൻ, നല്ലൊരു വസ്ത്രം കിട്ടാനില്ല. നിങ്ങൾ നടക്കുന്ന പോലെ അതിനും നല്ല പുതിയ പുതിയ വസ്ത്രങ്ങൾ വാങ്ങി, ഇഷ്ടംപോലെ പെർഫ്യൂം അടിച്ച്, നിങ്ങൾ ഇഷ്ടംപോലെ വണ്ടി വിളിച്ച് വിലസതുപോലെ നിങ്ങളുടെ ഭർത്താവിന് വിദേശം ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം കഠിനാധ്വാനം ചെയ്യുക, നിങ്ങളുടെ സുഖിക്കുക കേട്ടോ. എന്നെ കേൾക്കുന്ന ശ്രോതാവേ, അതുപോലെ സഹോദരിമാർ വിദേശത്ത് വളരെ കഷ്ടപ്പെട്ടിട്ട് നാട്ടിൽ സുഖജീവിതം അടിച്ചു പൊളിക്കുന്ന സഹോദരന്മാരും പറയട്ടെ, നീ അല്ലേരിയ മാനസാന്തരപ്പെട്ട കേട്ടോ. അങ്ങനെ മനസ്സ് നീറുന്ന, ഹൃദയം നീറുന്ന, മാനസികമായി തകർന്നിരിക്കുന്ന ചില വ്യക്തികളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, നിന്റെ മനസ്സിന്റെ മുറിവുകളെ ദൈവം കെട്ടാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ നമ്മൾ ദൈവത്തിനും വായിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മുറിവുകൾ വലിയ ഭീകരമാണ്. ശരിയാ, നമ്മുടെ ശരീരത്തിൽ മുറിവുണ്ടായാൽ അത് നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. ചില മുറിവുകളൊക്കെ വലിയ മുറിവുകളായി, വലിയ മുറിവുകളാണ്. 10, 60, 70 സ്റ്റിച്ചൊക്കെ ഇട്ട മുറിവുകളുള്ളത് നിങ്ങൾ കേട്ടിട്ടില്ല? അങ്ങനെയൊക്കെ ഉണ്ട്. ശരിയ, ആ മുറിവുകളൊക്കെ അതൊരു താൽക്കാലികമാണ്. അല്പം കഴിയുമ്പോൾ മരുന്ന് കൊണ്ട് ആ മുറിവുകളെല്ലാം ഉണക്കിയെടുത്ത് വീണ്ടും ആ മനുഷ്യൻ പഴയ പോലെ തന്നെ ആ മുറിവ് ഉണങ്ങി വരും. എന്നാൽ നമ്മുടെ ഹൃദയത്തിലേക്കുന്ന മുറിവുണ്ടല്ലോ, അത് ഭൂമിയിലെ മെഡിസിനും കൊണ്ട് സൗഖ്യമാക്കാൻ പറ്റത്തില്ല. ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ, പുറമെയുള്ള സ്റ്റിച്ച് പോലെ ഹൃദയത്തിനകത്തോ ഏറ്റവും മുറിവുകളെ സ്റ്റിച്ച് ചെയ്തുണക്കാൻ പറ്റത്തില്ല. ആ മുറി ഉണക്കുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. ആ മുറി ഉണക്കുവാൻ, ആ മുറിവിനോട് മാറ്റുവാൻ, നിന്റെ ഹൃദയത്തിനകത്ത് നിന്റെ മുറിവ് കെട്ടി നിന്നെ സുഖപ്പെടുത്തുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് നീ മനസ്സ് തകർന്നു പോകരുത്. ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, എന്നെ കേൾക്കുന്ന ശ്രോതാവി, എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, ഹല്ലേലൂയ, നിന്നെ ദൈവത്തിന് ആവശ്യമുണ്ട് കേട്ടോ. ഹിസ്കിയാവേ, നിന്നെ എനിക്ക് ആവശ്യമുണ്ട്. നിന്റെ ഗൃഹകർമ്മയെ ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, സൗഖ്യമാക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ അനുദപിച്ച് ദൈവത്തിനെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവ പ്രാർത്ഥന കേട്ടിട്ട് പറയാം, നിന്നെ എനിക്ക് ആവശ്യമുണ്ട്, നിന്നിലൂടെ ചില കാര്യങ്ങളോട് എനിക്ക് ചെയ്യുവാനുണ്ട്.
നേരിയ അതേ സഹോദര സൗരി ദൈവത്തിന്റെ ആവശ്യമുണ്ട്. ഇനി വചനം കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ക്രൈസ്തവ വിശ്വാസത്തിലായിരിക്കും, ഒരുപക്ഷെ ക്രൈസ്തവ വിശ്വാസി അല്ലായിരിക്കും, വേറെ ഏതെങ്കിലും മതത്തിൽ വിശ്വസിക്കുന്നവനായിരിക്കാം, ഏതെങ്കിലും മതത്തിന്റെ ചിന്താഗതിയിൽ നിൽക്കുന്നയാളായിരിക്കാം, ആരും ആയിക്കോട്ടെ നിങ്ങൾ. പക്ഷെ നിങ്ങൾ യേശുവിനോട് പറ, കർത്താവേ, ഞാൻ കടന്നുപോയ മഹാരോഗത്തെ എനിക്കൊന്ന് സൗഖ്യമാക്കി തരാൻ അങ്ങേക്ക് കഴിയും. ഞാൻ ഈ വചനം കേൾക്കുമ്പോൾ വേദപുസ്തകത്തിൽ പറയുന്ന ഹിസ്കിയാവിന് അങ്ങ് സൗഖ്യം കൊടുത്തെങ്കിൽ എനിക്കൂടെ സൗഖ്യം തരണമെന്ന് നിങ്ങൾ ഏത് മതം ചിന്താഗതിക്കാനായിരുന്നു നിങ്ങൾ ഹൃദയം തുറന്ന് യേശുവിനോട് പറഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ മുറിവുകളെ ദൈവം കിട്ടും, നിങ്ങളുടെ ശരീരത്തിന്റെ പുറമെയുള്ള മുറിവുകളെ ദൈവം കിട്ടും. പ്രൈസ്. കർത്താവ് സൗഖ്യമാക്കും. 147 സങ്കീർത്തനവും അതിന്റെ 3-ാം വാക്യം ഒന്ന് വായിക്കണം. ഹല്ലേലൂയ. അവൻ നമ്മുടെ മനം തകർന്നവരെ സുഖപ്പെടുന്ന ദൈവമാണ്. അവരുടെ മുറിവുകളെ കെട്ടുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അത് നിന്നെ കൈവിട്ട് കളയത്തില്ല. നീ ദൈവത്തിന്റെ സ്വന്തമാണ് ശ്രോതാവേ. എന്നെ കേൾക്കുന്ന സഹോദരൻ, നീ ദൈവത്തിന്റെ സ്വന്തമാണ്, ലോകത്തിന്റെ സ്വന്തമല്ല. നിന്നെ സൃഷ്ടിച്ചത് യഹോവയായ ദൈവമാണ്. അവന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് നിന്നെ സൃഷ്ടിച്ചത്. നീ ദൈവത്തിന്റെ മകനാണ്, മകളാണ്. ഹല്ലേലൂയ. നിന്നെ തകർക്കുവാൻ സാത്താൻ പല പദ്ധതികളുമായി വന്ന് നിന്റെ ശരീരം മുഴുവൻ രോഗത്തെ കൊണ്ട് തരും. ഹല്ലേലൂയ. അവിടെ നീ തകർന്നു പോകണ്ട, ദൈവം നിന്നെ വിടുവിക്കും. വീണ്ടും നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുകയും കാണുന്നുണ്ട്. ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീര് കണ്ടിരിക്കുന്നു, ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടുവെന്ന് ഹിസ്കിയാവ് 38:5 വീണ്ടും നമ്മൾ വായിച്ചതാണ്. എന്താണ് ഇവിടെ പറയുക? ശലോമോൻ രാജാവിന് ശേഷം ഹല്ലേലൂയ ആദ്യമായി സ്തോത്രഗാനം രചിച്ച രാജാവ് ഹിസ്കിയാവാണ്. ശലോമോൻ ഇതുപോലെ സ്തോത്രഗാനം രചിച്ചിട്ടുണ്ട്. അതിനുശേഷമായിട്ട് സ്തോത്രഗാനം രചിച്ച രാജാവ് ഹിസ്കിയാവ്. മരണത്തിൽ നിന്നും അത്ഭുതകരമായ നിലയിൽ വിടുവിക്കപ്പെട്ട ഹിസ്കിയാവ് പാടുന്ന ഒരു സ്തോത്രഗാനമാണ് നമ്മൾ വായിച്ച യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38-ാം അധ്യായം. ഹല്ലേലൂയ. നിങ്ങൾ നല്ലൊരു സ്തോത്രം യെശയ്യാവിന്റെ പുസ്തകം 38:9 തൊട്ട് താഴോട്ട് വായിച്ചാൽ ആ സ്തോത്രഗാനത്തിനകത്ത് അടങ്ങിയിരിക്കുന്ന നന്ദി സൂചകമായ കാര്യങ്ങളെ നമുക്ക് കാണാൻ കഴിയും. അത് ദൈവം നിനക്കൊരു നന്മ തരുമ്പോൾ, ഒരു സൗഖ്യം തരുമ്പോൾ, വിടുതൽ നൽകുമ്പോൾ ഹൃദയത്തിനകത്തുനിന്ന് അവന്റെ സ്തോത്രഗാനങ്ങൾ, നന്ദി സൂചകമായ സ്തോത്രഗാനങ്ങൾ ഹിസ്കിയാവ് പാടിയതുപോലെ നിനക്കും പാടുവാൻ കഴിയണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ സ്തോത്രമല്ലിയ ഹൃദയസ്പർശിയായ ഒരു സന്ദേശമാണ് ഇതിനകത്തുള്ളത്. താൻ മരിച്ചു പോകുമെന്ന് അവൻ ചിന്തിച്ചതാണ്. ഹിസ്കിയാവ് മരിച്ചു പോകുമെന്ന് അവൻ ചിന്തിച്ചതാണ്. ജീവനും മരണവും ദൈവത്തിന്റെ അധികാരത്തിന് കീഴിലാണെന്ന് അവൻ മനസ്സിലാക്കി. ഹല്ലേലൂയ. ഈ ബോധ്യത്തോടുകൂടി അവൻ ദൈവത്തിൽ ആശ്രയിച്ച് കരഞ്ഞപേക്ഷിച്ചു. ഹല്ലേലൂയ. ഹിസ്കിയാവിന്റെ മനസ്സിൽ മരിച്ചു പോകുമെന്ന് ഉറപ്പിച്ചു. ഹല്ലേലൂയ. ജീവനും മരണവും ജീവനും മരണവും ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് എന്താണ്? ജീവനും മരണവും ദൈവത്തിന്റെ അധികാരത്തിന് കീഴിലാണെന്ന് ഹിസ്കിയാവ് ഹൃദയത്തിനകത്ത് ചിന്തിച്ചു. ഹല്ലേലൂയ. ആ ചിന്തയാണ് അവൻ കരഞ്ഞപേക്ഷിച്ചത്. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, ജീവനും മരണവും ദൈവത്തിന്റെ അധികാരത്തിന് കീഴിലാട്ടോ. എപ്പോൾ നിന്റെ മരണമാണ് സംഭവിക്കുന്നത്, എപ്പോൾ നീ ജീവിക്കുന്നതൊക്കെ തീരുമാനിക്കുന്ന കർത്താവാ. ഭൂമിയിലുള്ള സകല കാര്യങ്ങളെക്കുറിച്ചും മനുഷ്യൻ തീരുമാനിക്കും, എന്നാൽ ഒരു മനുഷ്യന്റെ ജീവനും മരണത്തെക്കുറിച്ച് തീരുമാനിക്കുന്നത് നമ്മുടെ കർത്താവാണ്. നമ്മൾ ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്യണം, ഒരുപാട് പ്രതികൂലങ്ങളെയൊക്കെ നമ്മൾ തരണം ചെയ്ത് വേണമെന്ന് പോകാൻ. അതൊക്കെ കാണുമ്പോൾ നിങ്ങൾ ഭാരപ്പെട്ടു പോകരുത്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. ഒന്ന് എഴുന്നേറ്റിരുന്നാ മതി എന്ന് തോന്നുന്ന പലരും ഉണ്ട്. എനിക്ക് ഒരുപാട് പേരെ അറിയാം. ഞാൻ പല വീടുകളിലും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് പറയാറുണ്ട്, പാസ്റ്റർ ഒന്ന് എഴുന്നേറ്റിരുന്നിട്ട് നാളുകളായെന്ന്. ഹല്ലേലൂയ. ഞാനപ്പോൾ അവരോടൊക്കെ പറഞ്ഞിട്ട് കൈ കൊട്ടുക, ഞാൻ കൈപിടിച്ച് ഞാൻ നിവർത്താം. അല്ലെ, ഞാൻ പലരെയും കൈപിടിച്ച് നിവർത്തി ഇരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ, ഇരുന്നിട്ടുമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. കാരണം നമ്മൾ അവരുടെ സങ്കടം കേൾക്കുമ്പോൾ, ഹല്ലേലൂയ, അവരുടെ വേദന കേൾക്കുമ്പോൾ, അവരുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ നമ്മോട് പങ്കുവെക്കുമ്പോൾ നമ്മൾ അവരെ നിരുത്സാഹപ്പെടുത്തരുത്. ഹല്ലേലൂയ. അവരെ നിരുത്സാഹപ്പെടുത്താതെ കഴിയുമെങ്കിൽ നമ്മുടെ വലം കൈ കൊടുക്കണം. കാരണം സുന്ദരം എന്ന ഗോപുര ദേവാലയത്തിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ മനുഷ്യൻ 40 വയസ്സോളം അവനെ ഓർക്കണം. ഹല്ലേലൂയ. അവൻ ആ സുന്ദരം എന്ന ഗോപുര ദേവാലയത്തിൽ അമ്മ വർഷങ്ങളായിരുന്നത് വിഷയിലക്കുക. അവന്റെ മുമ്പിലൂടെ ഒരുപാട് പുരോഹിതന്മാരും ഒരുപാട് ആളുകൾ കടന്നു പോയിട്ടുണ്ട്. അവനെ ഒന്ന് സൗഖ്യമാക്കാൻ ആർക്കും കഴിഞ്ഞില്ല. എന്നാൽ പത്രോസും യോഹന്നാനും കടന്നുപോയപ്പോൾ ഈ മുടന്തൻ എന്ത് ചെയ്തു? അവരെ സൂക്ഷിച്ചു നോക്കി. അത് കണ്ടിട്ട് പത്രോസ് പറയുക,
വെള്ളിയും പൊന്നും ഒന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളൂ നിനക്ക് തരും, യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞ് പത്രോസ് വലങ്കൈ കൊടുത്തു കേട്ടോ. അവൻ ആ വലങ്കൈ പിടിച്ച് ചാടി എഴുന്നേറ്റ് തുള്ളിയും നടന്ന് ദൈവത്തെ സ്തുതിച്ചെന്ന്. അതുകൊണ്ട് നിങ്ങൾ അല്ലുയ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ നിങ്ങളുടെ വലങ്കൈ കൊടുത്ത മനുഷ്യൻ എഴുന്നേൽപ്പിച്ചിരുത്താൻ ശ്രമിച്ചാൽ ഒരു പക്ഷേ നിന്റെ വിശ്വാസം കൃത്യമാണെങ്കിൽ, നിന്റെ താഴ്മയും വിനയത്വത്തിന്റെ സമർപ്പണം വിശുദ്ധിയും ഉള്ളവനാണെങ്കിൽ, നിന്റെ വലങ്കൈ ആ രോഗിയുടെ കൊടുക്കുമ്പോൾ ആ രോഗിയുടെ കൈ കൊടുത്ത് നീ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ആ രോഗി നിന്റെ കയ്യിൽ ബലത്താൻ, നിന്റെ കൈ ബലത്താൻ എന്ന് പറയുമ്പോൾ സ്വർഗത്തിലെ ദൈവം നിന്റെ കരങ്ങളിൽ തരുന്ന ബലം നോക്കട്ടോ, ആ മനുഷ്യൻ എഴുന്നേൽപ്പിക്കാൻ പറ്റും. ഹല്ലേലൂയ. അങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ട് കേട്ടോ, രക്തജയം. ഹല്ലേലൂയ. അപ്പം നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം ചെയ്ത ഉപകാരങ്ങളെ കുറിച്ച് പറയണം. അപ്പൊ ജീവനും മരണവും ദൈവത്തിന്റെ അധികാരത്തിന് കീഴിലാണെന്ന് അവൻ ഹിസ്കിയ രാജുവിന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവൻ ദൈവത്തിന് കരഞ്ഞപേക്ഷിച്ചു. ഹല്ലേലൂയ. കരഞ്ഞപേക്ഷിച്ചു. ഒരുപക്ഷെ ഹിസ്കിയാവിന്റെ വിശ്വാസത്തെ പരീക്ഷിക്കാനായിരിക്കാം അവനെ മരണകരമായ രോഗത്തിൽ കൂടി ദൈവം കടത്തിവിട്ടത്. ഹിസ്കിയാവിന് വിശ്വാസമുണ്ടോ, ദൈവത്തിൽ ശക്തമായ അടിയുറച്ച വിശ്വാസമുണ്ടോ എന്നൊന്ന് അറിയാൻ വേണ്ടി ആയിരിക്കാം ഹിസ്കിയാവിനും മരണവിധമായ മരിക്കത്തക്ക രോഗത്തിലൂടെ ദൈവം കടത്തിവിട്ടത്, അവനെ ഒന്ന് പരീക്ഷിക്കുവാൻ, ശോധന ചെയ്യുവാൻ. അതേപോലെ എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെയും പറയട്ടെ, നിന്നെ ഒന്ന് ശോധന ചെയ്ത് നിന്നെ ഒന്ന് പരീക്ഷിച്ച് വിശ്വാസമുണ്ടോ, നിനക്ക് വിശ്വാസത്തിന്റെ അടിത്തറ നിന്നിൽ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ നിന്നെ ആ പാതയിലൂടെ ദൈവം ഒന്ന് കടത്തിവിട്ടേക്കാം. അവിടെ നീ ഹിസ്കിയാവിനെ പോലെ വിശ്വസിക്കണം കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം മരണനിഴലിൻ താഴ്വരയിൽ കൂടി കടന്നു പോകുമ്പോൾ ദൈവത്തെക്കുറിച്ച് പുതിയ അറിവുകൾ അവന് ലഭിച്ചു. മരണനിഴലിൻ താഴ്വരയിലൂടെ ഹിസ്കിയാവ് കടന്നുപോയി. കൂരിരുളിൻ താഴ്വരയിലൂടെ ഹിസ്കിയാവ് കടന്നുപോയി. സങ്കീർത്തനം 23 കൂരിൽ താഴ്വയിൽ കൂടി നടന്നാലും ഞാൻ ഒരിടത്തും ഭയപ്പെടുകയില്ലെന്ന് പറഞ്ഞവരെ, മരണനിഴലിൻ താഴ്വരയിലൂടെ, കൂരിരുളിൻ താഴ്വരയിലൂടെ ഹിസ്കിയ രാജാവ് കടന്നുപോയ സാഹചര്യങ്ങളിൽ താൻ മരിച്ചു പോകുമെന്ന് പ്രവാചകൻ വന്ന് തന്റെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോഴും അത് കേട്ടും ഹൃദയം തൊന്ന് കരഞ്ഞ അല്ലെങ്കിൽ ഹിസ്കിയാവിന് ദൈവത്തിന് ചില പുതിയ അറിവുകൾ പ്രാപിക്കാൻ കഴിഞ്ഞു. അതെ, നമ്മൾ ദൈവത്തിന് ചില പുതിയ അറിവുകൾ പ്രാപിക്കണം. ലേരിയ എന്നും ഈ ജൽപ്പനം എന്നും ഒരേ കാര്യം തന്നെ ഇരുന്ന് പറഞ്ഞിരിക്കാതെ നിന്റെ ജീവിതത്തിന് ആത്മഭാരം ഉണ്ടാകട്ടെ. നിനക്ക് ചുറ്റും ആയിരക്കണക്കിന് ജനങ്ങളുണ്ട്. നിന്റെ സ്വന്തമായിട്ടും ബന്ധമായിട്ടും ബന്ധുമിത്രാദികളായിട്ടും സമ്പദ സഹചാരികളായിട്ടും ഉറ്റമിത്രങ്ങളായിട്ടും അയൽവാസികളായിട്ടും നിന്റെ ചാർച്ചക്കാരായിട്ടും നിന്റെ സഭയുടെ ആളുകളായിട്ടും നീ നിൽക്കുന്ന സമൂഹത്തിൽ ഇതേപോലെ കടന്നു പോകുന്ന വലിയ കൂട്ടം ജനമുണ്ട്. അവരിലേക്ക് നിന്റെ കണ്ണുകളൊന്ന് ഓടിക്കാൻ കഴിയുമോ? നീ നിനക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാതെ മറ്റുള്ളവന്റെ സങ്കടത്തിൽ പങ്കുചേർന്ന് അല്ലേരിയ അവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നെങ്കിൽ, യെശയ്യാ പ്രവാചകൻ ഹിസ്കിയ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് പോയതുപോലെ നീയും ചില ഭവനങ്ങളിലേക്ക് ചെന്ന് അവിടുത്തെ ആ വീട്ടിനകത്ത് രോഗത്താൽ കിടക്കുന്ന വ്യക്തിയുടെ രോഗവിവരങ്ങളെ കുറിച്ച് പറഞ്ഞ് അല്ലേരിയ അവനത് ബോധ്യമാക്കി കൊടുക്കാൻ തയ്യാറായാൽ, ഹിസ്കിയാവിനെ പോലെ ഹിസ്കിയാവിനെ പറഞ്ഞ് മനസ്സിലാക്കിയതുപോലെ നീ അതിന് ശ്രമിച്ചാൽ, എന്നെ കേൾക്കുന്ന സോദാവി, നിന്നിൽ ഒരു അത്ഭുതത്തിന്റെ ശുശ്രൂഷയുണ്ട്. അല്ലേ? ഒരു രോഗശാന്തിയുടെ ശുശ്രൂഷയെ കർത്താവ് നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാൻ ആഗ്രഹിക്കുക. ഈ കാലഘട്ടത്തിൽ, ഈ അന്ത്യകാലഘട്ടത്തിൽ ഒരു അന്ത്യകാല ഉണർവ് ദൈവം നമ്മുടെ കേരളത്തിൽ, ഭാരതത്തിൽ, ലോക രാജ്യങ്ങൾ അയക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ദൈവം ചിലരേക്ക് കൃപാവര ശുശ്രൂഷകരായി മാറ്റാൻ പോവുകയാണ്. രക്തജയം അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടക്കന്മാരായും നിയമിക്കാൻ പോവുകയാണ്. ആത്മാവിന്റെ ഫലങ്ങളും വരങ്ങളും കൊടുത്ത് കൃപാവരങ്ങളുടെ രോഗശാന്തി, ഭൂതശാന്തി, വീര്യപ്രവൃത്തികൾ വരങ്ങളാൽ സഹായം ചെയ്യുന്ന പരിപാലന വരത്താൽ ദൈവം ചിലരേക്ക് കാലഘട്ടത്തിൽ ശുശ്രൂഷയ്ക്ക് ഒരുക്കാൻ പോവുകയാണ്. വിശ്വസി കരം പഠിച്ച് ദൈവത്തെ സ്തുതിച്ച് ഒന്ന് മഹത്വപ്പെടുത്തിയാട്ട് ദൈവത്തിന് സ്തോത്രഗീതം പറഞ്ഞ് ദൈവത്തെ പോഴ്ത്തിയാട്ട് അത് ദൈവം തന്നെ ഒന്ന് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ചിലരെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവിനോട് പ്രഭാതത്തിൽ പറയുന്നു. ഹല്ലേലൂയ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരുടെ ചില ശക്തമായ അഭിഷേകം നിന്റെ മേൽ വന്നിട്ട് ഒരു അസാധാരണമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം നിന്നെ ഒന്ന് വേർതിരിക്കാൻ പോവുകയാണ്. ഇപ്പോൾ നീ നിൽക്കുന്ന ആ സാഹചര്യത്തിൽ നിന്ന് ഹല്ലേലൂയ ഒരു അസാധാരണമായ ശുശ്രൂഷയ്ക്കായിട്ട് ദൈവം നിന്നെ ഒന്ന് വേർതിരിക്കാൻ പോവുകയാണ്. ദൈവത്തിന് വേർതിരിക്കുമ്പോൾ നീ ഇന്നുവരെ ചെയ്തിട്ടില്ലാത്ത, നീ ഇന്നുവരെ പറഞ്ഞിട്ടില്ലാത്ത ചില
വചനങ്ങൾ നിന്റെ നാവിമേ ദൈവം തരാൻ പോവുകയാണ്. ഇന്നുവരെ നീ പ്രാർത്ഥിച്ചിട്ട് നടക്കാത്ത ചില വിഷയത്തിന് ദൈവം അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. ഒരു പ്രത്യേകമായ ഒരു അഭിഷേകം, പ്രത്യേകമായ ഒരു അധികാരം ദൈവം നിനക്ക് കൈമാറാൻ ആഗ്രഹിക്കുന്ന കരമടിച്ച് ദൈവത്തെ സ്തുതിച്ച് കർത്താവേ ആ ശുശ്രൂഷ എന്നെ ഒന്ന് ഏൽപ്പിക്കണമെന്ന് നീ പറയുകയാണെങ്കിൽ രക്തം ചെയ്യും. ഹല്ലേലൂയ. കർത്താവ് നിനക്ക് വേണ്ടി ചില അത്ഭുതം ചെയ്യും. മാനസികമായ രോഗത്താൽ തകർന്ന ഹല്ലേലൂയ, മെന്റൽ പ്രോബ്ലമായിട്ട് കിടക്കുന്ന ഹല്ലേലൂയ, ദുർഭൂത ബന്ധനങ്ങളാൽ അകപ്പെട്ട് കിടക്കുന്ന ചിലരെ, ഡിപ്രഷൻ രോഗത്താൽ ഭാരപ്പെടുന്ന ചിലരെയൊക്കെ ദൈവം വിടുവിക്കാൻ ആഗ്രഹിക്കുന്നു. മദ്യത്തിൽ, മയക്കുമരുന്നിനും പാനശാലകൾക്ക് ലഹരിക്കും അടിമപ്പെട്ട് സുബോധം നഷ്ടപ്പെട്ട് പ്രാർത്ഥനയെ പോലെ ജീവിക്കുന്ന ചില കുടുംബങ്ങൾക്കകത്ത്, ചില വ്യക്തികളിൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടാൻ ആഗ്രഹിക്കുകയാണ്. നിന്റെ സുബോധത്തിന്റെ ആത്മാവിലേക്ക് മടക്കിക്കൊണ്ടുവന്ന് ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനം നിന്റെ കരങ്ങളിൽ ദൈവത്തിന്റെ വചനം നിന്റെ നാവിന്മേൽ തന്നിട്ട് ആമേൻ, ദൈവം നിനക്ക് ചെയ്ത വിടുതലുകൾ, സൗഖ്യത്തെ കുറിച്ച് ഹിസ്കിയാവ് പാടിയതുപോലെ ചില സ്തോത്രഗാനങ്ങൾ സമൂഹമധ്യേ പാടുവാൻ, സമൂഹത്തിന് മധ്യേ ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുവാൻ പരിശുദ്ധാത്മാവ് നിന്നെ ഇന്ന് പകൽ നിയോഗിക്കുക. ഒരു ശുശ്രൂഷയുടെ കൈമാറ്റം കൂടെ, ഒരു അഭിഷേകത്തിന്റെ കൈമാറ്റം കൂടെ ആമേൻ ദൈവം ഇന്ന് പകൽ ഈ പ്രഭാതത്തിൽ നിന്റെ മേൽ പകരുവാൻ ആഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഇന്നലകളിൽ നീ പ്രവചിച്ചതിനേക്കാൾ, ഇന്നലകളിൽ നീ ശുശ്രൂഷിച്ചതിനേക്കാൾ, ഇന്നലകളിൽ നീ പ്രാർത്ഥിച്ചതിനേക്കാൾ ഒരു വ്യത്യസ്തമായ അനുഭവത്തിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുക. നീ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ പ്രവർത്തിക്കാൻ ദൈവശക്തനാ. നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ പ്രവർത്തിക്കാൻ ദൈവശക്തനാ. അവന്റെ കരങ്ങളിൽ ഒരു ഉപകരണമായി, അവന്റെ കരങ്ങളിൽ, ആരുടെ? യേശുക്രിസ്തുവിന്റെ കരങ്ങളിൽ മിന്നുന്ന ഒരു ഉപകരണമായി ഹല്ലേലൂയ ദൈവം നിന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ ദൈവത്തിന്റെ വചനമൊക്കെ പറയുമ്പോൾ ദൈവത്തിന്റെ മഹത്വം എനിക്ക് ഒരുപാട് കാണുവാനും ദർശിപ്പാനും അനുഭവിപ്പാനും ഒക്കെ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ അനുഭവത്തിലൂടെ മുന്നോട്ടൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഹല്ലേലൂയ ദൈവം നമ്മെ വിടുവിക്കുന്നേ. ഞാൻ നിങ്ങളോട് പറയും, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം എന്തിനാ വെച്ചാൽ പ്രാർത്ഥനയ്ക്ക് കേട്ടോ. ഏറ്റവും കൂടുതൽ ഞാൻ പ്രാധാന്യം കൊടുക്കും പ്രാർത്ഥനയ്ക്ക്. രണ്ടാമത് വചന ധ്യാനത്തിനാ. അപ്പോൾ തന്നെ ജീവിത വിശുദ്ധിയെ കാത്തു സൂക്ഷിപ്പാൻ ആഗ്രഹിക്കും. ഹല്ലേലൂയ. കാരണം ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഏത് സമയത്തും നമ്മളെ അശുദ്ധിയിലേക്ക് കൊണ്ടുപോകും. നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ചിന്താ മണ്ഡലങ്ങളെല്ലാം അശുദ്ധിയിലേക്ക് പിശാച് കൊണ്ടുപോകാൻ ശ്രമിക്കുമെന്ന്. ഹല്ലേലൂയ. ദൈവം നമ്മളിൽ തരാൻ ആഗ്രഹിക്കുന്ന കൃപകളെ, കൃപാവരങ്ങളെ, തലന്തുകളെ, ശുശ്രൂഷകളെ തകർത്ത് കളയോ സാത്താൻ പല പദ്ധതികളുമായി വരും. ഹല്ലേലൂയ. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നീ തകർന്നു പോകാതെ ദൈവത്തോട് ചേർന്ന് കർത്താവേ, ഒരു അസാധാരണമായ ശുശ്രൂഷയ്ക്കായി ഇന്ന് പകൽ എന്റെ പ്രത്യേകമായ അഭിഷേകത്തെ നിറയ്ക്കണമെന്ന് ദൈവത്തോട് നിലവിളിച്ച് പറയുന്നെങ്കിൽ ദൈവം നിന്റെ മേലൊരു അസാധാരണമായ ശുശ്രൂഷകളുടെ കൃപയെ ദൈവം പകരും. ഹല്ലേലൂയ. അത് ഹിസ്കിയാവ് മരിച്ചു പോകുമെന്ന് കേട്ടപ്പോൾ ഹല്ലേലൂയ നിനക്ക് സൗഖ്യമാകുകയില്ല എന്ന് പ്രവാചകൻ പറഞ്ഞപ്പോൾ ചുവനോട് മുഖം ചേർത്ത് വെച്ച് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചവന്റെ ജീവിതത്തിൽ ആ കണ്ണുനീര് കണ്ടൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അവന്റെ ആയുസ്സിന് 15 സംവത്സരം കൂട്ടിക്കൊടുത്ത് ഹിസ്കിയാവിനെ മാനിച്ചൊരു ദൈവം ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിന്റെ ജീവിതത്തിൽ ദൈവം ചില പുതിയ അത്ഭുതങ്ങളെ, ചില പുതിയ ശുശ്രൂഷകളെ ദൈവം നൽകാൻ പോവുകയാണ്. നീ ഇന്നലകളിൽ പ്രാപിച്ച അഭിഷേകത്തിനേക്കാൾ ഒന്നുകൂടെ ചില ഇരട്ടിയോടെ, ചില ശക്തിയോടെ ചില ദൈവപ്രവൃത്തി വെളിപ്പെടുത്തക്ക നിലയിൽ ദൈവം നിന്റെ കരങ്ങളിൽ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. ആ കരമടിച്ച് ദൈവത്തിന് സ്തുതിച്ച് സ്തോത്രം പറഞ്ഞാട്ട് ദൈവം നിനക്ക് ചില അത്ഭുതകരമായി ശുശ്രൂഷ ഏൽപ്പിക്കാൻ ആഗ്രഹിക്കുക. രക്തം ചെയ്യും. പരിശുദ്ധാത്മാവിന് നിന്നെ ആവശ്യമാണ്. ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിന്റെ ആവശ്യമാണ്. കേരളം മുഴുവൻ, ഭാരതം മുഴുവൻ, ലോക രാജ്യങ്ങൾ മുഴുവൻ ക്രൈസ്തവ പീഡനം അഴിച്ചുവിട്ട് ക്രൈസ്തവ ജനത്തെ, ക്രൈസ്തവ വിശ്വാസികൾ മുഴുവൻ ഉന്മൂലനാശം ചെയ്യുവാൻ തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളും ഒന്നിച്ച് സണ്ട കൂട്ടാൻ എഴുന്നേൽക്കുമ്പോൾ അതിന്റെ മേൽ പ്രവർത്തിക്കുവാൻ, അതിന്റെ മേൽ കൽപ്പന പുറപ്പെടുവിക്കുവാൻ, അധികാരത്തോടെ സംസാരിപ്പാൻ, നെറ്റ് ചുളിയാതെ, തളർന്നു പോകാതെ, അധികാരത്തോടെ ശുശ്രൂഷ പ്രസംഗിപ്പാൻ, അതിനെ കൽപ്പിക്കുവാൻ ദൈവത്തിനെ നിയോഗിക്കാൻ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ ദൈവം പറയുകയാണ്, ഹല്ലേലൂയ, ഞാൻ നിന്നെയും ഈ നഗരത്തെയും അശൂർ രാജാവിന്റെ കയ്യിൽ നിന്ന് വിടിവിക്കും. അതെ, ഹിസ്കിയാവിന് ആയുസ്സിന് 15 വർഷം സന്ദേശം കൂട്ടിക്കെടുത്ത് പറയുക, ഞാൻ നിന്നെയും, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഞാൻ നിന്നെ ഈ നഗരത്തെയും അശൂരിന്റെ കയ്യിൽ നിന്ന് വിടിവെക്കും. അത് ചില അശൂരിന്റെ ശക്തികൾ, ചില പൈശാചിക ശക്തികൾ, ചില തീവ്രവാദ ശക്തികൾ, ചില വർഗീയവാദികൾ ദൈവസഭയ്ക്ക് നേരെ ഒരുങ്ങുമ്പോൾ, എഴുന്നേൽക്കുമ്പോൾ, ദൈവസഭയെ, ദൈവമക്കളെ തകർത്ത് കളയാൻ ഒരുങ്ങുമ്പോൾ ഹിസ്കിയാവിനെ പോലെ ദൈവം നിന്നെ എഴുന്നേൽപ്പിച്ചിട്ട് നിന്നെയും നീ പാർക്കുന്ന നഗരത്തെയും
ആമേൻ. ദൈവം നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാൻ ആഗ്രഹിക്കും. കരമടിച്ച് ദൈവത്തിൽ സ്തുതിച്ചാട്ട് ഹല്ലേലൂയ, സ്തോത്രം പറഞ്ഞാട്ട് ഹല്ലേലൂയ. ദൈവത്തിന് ചിലത് ചെയ്യുവാനുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഹിസ്കീയാവിന് ദൈവം ഒരു അടയാളം കൊടുത്തതുപോലെ ചില അടയാളങ്ങളെ ദൈവം നിന്റെ ജീവിതത്തിൽ തരാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. നിന്റെ വിശ്വാസത്തെ ഉറപ്പിക്കുവാൻ വേണ്ടി ഇവിടെ നാം ദൈവത്തിന്റെ വചനത്തിലേക്ക് വരട്ടെ. ഹല്ലേലൂയ. അപ്പം ദൈവത്തെ കുറിച്ചൊരു പുതിയ അറിവ് ഹിസ്കീയാവിന് കിട്ടി. അത് അവന്റെ ജീവിതത്തെ അവൻ പുതിയ വഴിത്തിരിവിലേക്ക് കൊണ്ടുവന്നു എന്ന് ഹല്ലേലൂയ, സ്തോത്രം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മോട് ഇടപെടും. ഹല്ലേലൂയ. അപ്പൊ യെശയ്യാ പ്രവാചകൻ ഹിസ്കീയാ രാജാവിന്റെ അരികിൽ വന്ന്, നിന്റെ ഗൃഹകാലം ക്രമത്തിലാക്കാൻ നീ മരിച്ചു പോകും, സൗഖ്യമാകയില്ലെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു എന്ന് രാജാവിനോട് പറഞ്ഞപ്പോൾ ആ വാക്കുകൾ രാജാവിന്റെ ഹൃദയത്തെ കത്തികൊണ്ട് കീറുന്നത് പോലെയായി. ഹിസ്കീയാവിന്റെ ഭവനത്തിലേക്ക് വന്ന്, കൊട്ടാരത്തിലേക്ക് വന്ന് പ്രവാചകൻ പറയുക, നീ മരിച്ചു പോകും, നീ സൗഖ്യമാകത്തില്ല പറഞ്ഞപ്പോൾ ഹിസ്കീയാവിന്റെ ഹൃദയം കത്തികൊണ്ട് കീറുന്നത് പോലെ അല്ലേ. അപ്പോൾ രാജാവിന് 40 വയസ്സ് പോലും തികഞ്ഞിട്ടില്ലായിരുന്നു. ഈ സമയത്ത് ഹിസ്കീയാവിന് 40 വയസ്സ് പോലും തികഞ്ഞിട്ടില്ലായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് വേദപണ്ഡിതൻ പറയുന്നത്. രാജാവ് തകർന്ന ഹൃദയത്തോടുകൂടി, അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്നും നിനക്ക് പ്രസാദമായിട്ട് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞ് നിലവിളിച്ചു. യശയ്യാപ്രവാചകന്റെ പുസ്തകം 38-ാം അധ്യായം 3-ാം വാക്യത്തിൽ രേഖപ്പെടുത്തി നിലവിളിച്ചു. നീ ഒന്ന് നിലവിളിക്കാൻ തയ്യാറായാൽ, ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന മാതാവിന് നീ ഒന്ന് നിലവിളിക്കാൻ തയ്യാറായാൽ ദൈവം നിന്നെ വിടുവിക്കും കേട്ടോ. ക്യാൻസർ രോഗം, ശരീരം മുഴുവൻ ക്യാൻസർ രോഗം വ്യാപിച്ച് ഫസ്റ്റ് സെക്കൻഡ് രോഗം കഴിഞ്ഞു നിൽക്കുന്ന അനവധി ആളുകളുണ്ട്. ഇനി നിനക്ക് സൗഖ്യം വരുത്തില്ല എന്നൊക്കെ പറയുന്ന പലരും ഉണ്ടല്ലോ. ഇതുപോലെ പറയുന്നത് നിന്റെ ക്യാൻസർ രോഗത്തെ മാറ്റിത്തരാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. അങ്ങനെ എന്റെ പ്രാർത്ഥനയിലേക്ക് ചില സംഭവങ്ങൾ നടന്നത് എനിക്ക് നല്ല ഓർമ്മയാണ് കേട്ടോ. ഹല്ലേലൂയ. ക്യാൻസർ പിടിച്ച് ഹല്ലേലൂയ, സ്തോത്രം, ഹോസ്പിറ്റൽ കൊണ്ട് ഓപ്പറേഷന് വേണ്ടി എല്ലാ സെറ്റപ്പും ചെയ്ത്, ക്യാൻസറാണ്. ഹല്ലേലൂയ. ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ പിടിച്ചു. ഹല്ലേലൂയ. ഓപ്പറേഷൻ വിടുന്ന എല്ലാ സംവിധാനങ്ങളും ചെയ്തു. ഓപ്പറേഷൻ വസ്ത്രങ്ങൾ ധരിപ്പിച്ച് കയ്യേൽ അരിവിടുന്ന അടയാളത്തിൽ കൂടെ ബൈസ്റ്റാൻഡർ നിൽക്കാൻ ആളിനെ എല്ലാം ഒരുക്കി എല്ലാ സന്നാഹത്തോടുകൂടി ചില മണിക്കൂറുകൾക്കകം ഓപ്പറേഷൻ നടക്കുമെന്ന് ഡോക്ടർ പറഞ്ഞ്, ഞാൻ ആ സമയത്ത് അവിടെ ചെന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞ്, ഇന്ന് നിനക്ക് ഓപ്പറേഷൻ ഇല്ല, നീ സൗഖ്യമാകും. ഹല്ലേലൂയ. അതുപോലെ കുറച്ച് കഴിഞ്ഞപ്പം നേഴ്സുമാർ പറഞ്ഞു, ഇന്ന് ഓപ്പറേഷൻ വേണ്ട, ഇന്ന് ഡോക്ടർ സമയമില്ല എന്ന് പറഞ്ഞ് ഇന്ന് വരെ പിന്നെ ഓപ്പറേഷൻ ചെയ്തിട്ടില്ല. അങ്ങനെയൊക്കെ ദൈവത്തിന് ചെയ്യാൻ കഴിയുമെന്നേ. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസത്തെ ദൈവം ഒന്ന് അളക്കും കേട്ടോ. നമ്മുടെ വിശ്വാസത്തെ ദൈവം ഒന്ന് പരീക്ഷിക്കും. അതിനാദ്യം നമ്മെ പ്രതിസന്ധിയുടെ കടത്തിവിടും. നമുക്ക് വിശ്വാസമുണ്ടോ എന്ന് ദൈവം മനസ്സിലാക്കും. ആദ്യം നിന്നിലൊരു രോഗശാന്തി വരെ ദൈവം തരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഒരു ബോധശാന്തി വരെ ദൈവം നിന്നിൽ തരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ആദ്യം നിന്നെ കണ്ടത് ചെയ്യാൻ പറ്റുമോ, നിനക്കത് ചെയ്യാൻ പ്രാപ്തിയുണ്ടോ, നീ അത് ചെയ്യുവാൻ സന്നദ്ധനാണോ, വിശ്വസ്തനാണോ എന്ന് ദൈവം നിന്നെ ഒന്ന് പരിശോധിച്ച് നോക്കും. ഹല്ലേലൂയ. ആ പരിശോധന ഒരുപക്ഷെ ഹിസ്കീയാവിനെ പോലെ മരിക്കത്തക്ക രോഗം, സൗഖ്യമാക്കാത്ത വിധത്തിലുള്ള രോഗം പോലെ ഒരുപക്ഷെ നീ തളരുന്ന അനുഭവത്തിലേക്ക് വന്നാലും അവിടെ നിന്നാണ് ദൈവം നിന്നെ പണിതുയർത്തുന്നത്. ഹിസ്കീയാവിനെ ദൈവം പിന്നീട് ഉപയോഗിച്ചതുപോലെ ഹല്ലേലൂയ, നിന്നെ ദൈവശക്തമായിട്ട് കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട് ഹല്ലേലൂയ. വീണ്ടും നമ്മൾ വായിക്കുന്ന പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അതൊരു കുഞ്ഞിനെ പോലെ തന്നെ താഴ്ത്തി കരഞ്ഞ് ദൈവത്തോട് അപേക്ഷിക്കണം. ഒരു കുഞ്ഞിന്റെ സ്വഭാവം, പ്രാർത്ഥിക്കുന്നവന്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞിന്റെ ഹൃദയമായിരിക്കണം. ഒരു കുഞ്ഞിന്റെ ഹൃദയം നമുക്കറിയാം, കളങ്കമില്ലാത്ത ഹൃദയമാണ്, സത്യസന്ധമായ ഹൃദയം, നിർമ്മലമായ ഹൃദയം, പവിത്രമായ ഹൃദയമാണ് ഒരു കുഞ്ഞിന്റെ ഹൃദയം എന്നൊക്കെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ആരോടെങ്കിലും പകയോ വിദ്വേഷമോ ശാഠ്യമോ ഭിന്നപക്ഷമോ അസൂയോ പിണക്കോ ഒക്കെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ, അതെല്ലാം നമ്മുടെ ഹൃദയത്തെ നീക്കിക്കളഞ്ഞിട്ട് ആരോടും പകപോക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാകരുത്, ആർക്കും പ്രതികാരം കിട്ടാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയായിരിക്കരുത്. നിന്റെ ഹൃദയം ഒരു ശിശുവിനെ പോലെയാകണം. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നിന്റെ ഹൃദയം ഒരു ശിശുവിനെ പോലെ ആയി വരുന്നെങ്കിൽ മാത്രമേ ദൈവം ഉപയോഗിക്കത്തുള്ളൂ.
പക്ഷെ ഇന്നത്തെ പ്രാർത്ഥന എന്താണ്? ഇന്നത്തെ പലരുടെയും പ്രാർത്ഥന, അവരോട് പ്രതികാരം ചെയ്യണമേ, അവളോട് പ്രതികാരം ചെയ്യാൻ, അവൻ എനിക്കിട്ട് ചെയ്തതുപോലെ, അവൾ എനിക്കിട്ട് ചെയ്തതുപോലെ കർത്താവേ അവളോട് ചെയ്യണമേ, അവരോട് ചെയ്യണമേ എന്നൊരു പ്രതികാരത്തിന്റെ ദാഹമാണ്. പ്രതികാരത്തോടുകൂടിയാണ് ഇന്ന് 199% വിശ്വാസികളും ജനത്തെയും പ്രാർത്ഥന പകരം കിട്ടാൻ വേണ്ടി. എന്നാൽ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടത്തില്ല. അല്ലേരിയ, ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടത്തില്ലെന്ന്. അല്ലേരിയ, നീ പ്രതികാരത്തോടുകൂടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടി ഒരു ശിശുവിനെ പോലെ പ്രാർത്ഥിക്കണം. അതാണ് യേശു തന്റെ പർവ്വത പ്രസംഗത്തിൽ നമ്മോട് ഇങ്ങനെ പറഞ്ഞത്. ഞാൻ കഴിഞ്ഞ ദിവസം പരസ്യമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അല്ലേരിയ, ആ പ്രാർത്ഥനയ്ക്ക് എത്തി വചനം പറഞ്ഞത് Matthew 5:44 ആമീൻ. യേശു അവരോട് പറഞ്ഞത്, ആമീൻ, നിന്റെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ എന്ന് പറഞ്ഞാൽ നിന്റെ ഹൃദയം ഒരു ശിശുവിന്റെ ഹൃദയം പോലെയായി മാറണം. ഒരു കുഞ്ഞിന്റെ ഹൃദയം പോലെ വായിട്ട് നീ ദൈവസന്നിധി വന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ, കർത്താവ് നിന്നെ വിടുവിക്കും, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകും. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ എബ്രായ ലേഖനമൊക്കെ വായിക്കുമ്പോൾ എബ്രായ ലേഖനം 5-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. എബ്രായ ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യം, ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവരോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടി അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു എന്നവിടെ കാണാൻ കഴിയും. ഈ പ്രാർത്ഥനയ്ക്ക് കർത്താവിനെ വേണം മാതൃകയാക്കാൻ. വേറെ ആരും പ്രാർത്ഥനയും മാതൃകയാക്കരുത്. നമ്മുടെ സ്വയത്തിൽ നിന്നൊന്നും പ്രാർത്ഥിക്കുക, സ്വന്തം ബുദ്ധി കൊണ്ടൊന്നും പ്രാർത്ഥിക്കരുത്. കർത്താവ് എന്ത് ചെയ്തു നോക്കണം. യേശു എന്താണ് പ്രാർത്ഥിച്ചത്? യേശു എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? യേശു പ്രാർത്ഥിക്കുമ്പോൾ പിതാവുമായിട്ടുള്ള ബന്ധം എന്തായിരുന്നു എന്നൊക്കെ നീ മനസ്സിലാക്കിയിട്ട് യേശുവിനെ പോലെ നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാവിന്റെ കുടുംബത്തിന്റെ ബന്ധനത്തെ ദൈവം അഴിക്കും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ക്രിസ്തുവിന്റെ പ്രാർത്ഥന മരണത്തിൽ കൂടിയുള്ള ഒരു വിടുതല്. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജാതനായത് മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടിയാണ്. അതിനുവേണ്ടി അവൻ ക്രൂശിൽ നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്ന ആ യാഗത്തോടുകൂടി അവസാനത്തുള്ളി രക്തം വരെ ചൊരിഞ്ഞ് പാപത്തിന്റെ ശാപത്തിന്റെ രോഗത്തിന്റെ ബന്ധനത്തിൽ എന്നെ നിന്നെ വിടുവിച്ചല്ലുക. ഇന്നൊരു ജീവിതം എനിക്ക് നിനക്ക് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ഈ ദൈവത്തിനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ശിശുവിനെ പോലെ, ഒരു ശിശുവിന്റെ ഹൃദയം പോലെ നമ്മുടെ ഹൃദയം എടുത്തുകൊണ്ട് ദൈവത്തിനെ പ്രാർത്ഥിച്ചാൽ ദൈവം നിന്നിലൂടെയാണ് ചില അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഇന്ന് പകൽ ഞാൻ വീണ്ടും പറയട്ടെ, ഈ കാലഘട്ടം ഒരു ഉണർവിന്റെ കാലഘട്ടമാ. ഈ കാലഘട്ടം ഒരു വിടുതലിന്റെ കാലഘട്ടമാ. ജാതികൾ എത്ര കലഹിച്ചാലും, ജാതികൾ എത്ര പ്രശ്നമുണ്ടാക്കിയാലും, ശത്രു സൈന്യം നമുക്കെതിരെ ഇറങ്ങിയാലും, ഒരു സൈന്യം നിന്റെ നേരെ പാളയും ഇറങ്ങിയാലും നീ ഞാൻ ഭയപ്പെടുക. സംഗീതക്കാരൻ പറഞ്ഞതുപോലെ ലോകം മുഴുവൻ ക്രൈസ്തവ സമൂഹത്തിലെ പാളയും ഇറങ്ങിയാലും ഒരു ശിശുവിന്റെ മനസ്സോടുകൂടി നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ നിനക്ക് നേരെ കടന്നു വരുന്ന ശത്രുക്കളെ ചിതറി ഓടിപ്പിക്കുവാൻ അവൻ ഒരു വഴിയായി വന്ന് 7 വഴിയായി ചിതറി പോകത്തക്ക പോലെ ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ പോവുകയാണ്. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട് ഒരു സ്തോത്രം പറയാൻ കഴിയാമോ? ഹല്ലേലൂയ. ദൈവം അത്ഭുതം കണ്ണുകളടച്ചാട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ ലോക രാജ്യങ്ങളുള്ള 800 കോടി ജനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ്, ജനത്തിന് വിടുതൽ കൊടുക്കണമേ, സമാധാനം കൊടുക്കണമേ പ്രാർത്ഥിക്കുകയാണ്. ഹിസ്കിയാവിന് വരിക്കത്തക്ക രോഗം പിടിച്ച് നീ മരിച്ചു പോകും, നീ സൗഖ്യമാക്കിയില്ലെന്ന് യെശയ്യാ പ്രവാചകൻ ഹല്ലേലൂയ ഹിസ്കിയാവിന്റെ കൊട്ടാരത്തിൽ പറഞ്ഞപ്പോൾ ഹിസ്കിയാവ് വാക്ക് കേട്ട് ദൈവത്തെ തന്നെ താഴ്ത്തി മുഖം ചൂരിനോട് ചേർത്ത് ഹല്ലേലൂയ തന്റെ കുറവുകൾ ഹല്ലേലൂയ മനസ്സിലാക്കി, ജീവനും മരണവും ദൈവത്തിന്റെ അധികാരത്തിൽ കീഴാണ് മനസ്സിലാക്കി ദൈവത്തെ താഴ്ത്തി കൊടുത്തപ്പോൾ ഹിസ്കിയാവിന് ദൈവം സൗഖ്യം കൊടുത്ത് ഹല്ലേലൂയ 15 സംവത്സരം കൂട്ടി കൊടുത്തതുപോലെ ഇന്ന് പോലെ കർത്താവ് ജനം കേൾക്കുന്ന ഈ വചനം കേൾക്കുന്ന സകല ജനത്തെ, ജാതി മത വർഗ വർണ്ണ വ്യത്യാസം കുടിലോട്ട് കോട്ടാരി വരെ പാർക്കുന്ന എല്ലാ ജനത്തെ, ശൈശവത്തിൽ ബാല്യത്തിൽ കൗമാരി യുവനത്തിൽ വാക്കിന്റെ അനുഭവത്തിൽ അശന യാചകർ ഓർഫനേജ് തടവറയിലായിരിക്കും സകല ജനത്തെയും വിവിധമായ മാരകമായ രോഗത്താൽ കടന്നു പോകുന്ന എല്ലാ ജനത്തെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, സൗഖ്യം കൊടുക്കണമേ. സൗഖ്യദായകനായിരിക്കും യേശുവിന്റെ കരയിൽ പ്രഭാതത്തിൽ വചനം കേൾക്കുന്ന ഓരോരുത്തരും വേണ്ടി വ്യാപരിക്കട്ടെ. അവർ ഏതുവിധ രോഗത്താൽ ഭാരപ്പെടുന്നു ഇന്ന് പകൽ വിടുതൽ കൊടുക്കണം. കേരളത്തിൽ ലോക രാജ്യത്തിന്റെ ഏത് മൂലയിൽ ഇന്ന് വചനം കേൾക്കുന്നു, അവരുടെ മേൽ ഇന്ന് പകൽ സൗഖ്യം കൊടുക്കണമേ, അവർക്ക് ആശ്വാസം കൊടുക്കണമേ. അവർ കടന്നു പോകുന്ന പ്രതിസന്ധികളെ നീക്കുമാറാകണമേ. ശാപത്തിന്റെ, അന്ധകാരത്തിന്റെ, അരാജകത്തിന്റെ, ആഭിചാരത്തിന്റെ,
ദൈവത്തിന്റെ മന്ത്രവാദത്തിന്റെ കൂടോത്ര ശുദ്ധത്തിന്റെ കെട്ടുകൾ ആമി മാറിപ്പോയിട്ട് ചില കൈവിഷത്തിന്റെ പൂരുകൾ ദേശത്തിന്റെ ശക്തികളില്ല ഇപ്പോൾ തന്നെ നിർവീര്യമായി മാറട്ടെ. സാത്താൻ അവകാശം പറഞ്ഞ കുടുംബത്തെ സമൂഹത്തെ തകർക്കുന്ന ചിലരെ വിടിപ്പിക്കണമേ. മദ്യത്തിനും മയക്കുനും ലഹരിക്കും അടിമപ്പെട്ട് കിടക്കുന്ന ചില ജീവിതങ്ങൾ വിടിവിക്കപ്പെടും. കുടുംബത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണമേ. ദൈവമക്കൾ ദൈവദാസന്മാരെ ഓർത്ത് ക്രൈസ്തവഗണം വർദ്ധിക്കുമ്പോൾ വിശ്വാസത്തെ ഉടച്ചെന്ന് പ്രാർത്ഥനയ്ക്ക് മടങ്ങി വരുവാൻ ദൈവസഭയെ ദൈവമക്കളെ ഒരുക്കിയാട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ.